ബാംഗ്ലൂരുവിലെ ആ ആഡംബര വില്ലയിൽ നിന്നും ഒരു വെടിയൊച്ച കേട്ടു. ഇന്ത്യയിലെയും ദുബായിലെയും റിയൽ എസ്റ്റേറ്റ് ചക്രവർത്തി CJ റോയ് ഇനിയില്ല. വെറും ഒരു ആത്മഹത്യയായി ചില മാധ്യമങ്ങൾ ഇതിനെ എഴുതി തള്ളി. എന്നാൽ ഇതിന് പിന്നിൽ ഒരു വ്യക്തിയുടെ തകർച്ച മാത്രമല്ല ഉള്ളത്, മറിച്ച് ആയിരക്കണക്കിന് കോടികളുടെ ഒരു ആഗോള സാമ്പത്തിക വലക്കണ്ണിയുടെ തകർച്ചയാണ്. നമ്മൾ കാണുന്ന റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ ഈ മരണത്തെ ഇടിക്കും കേന്ദ്രത്തിനുമെതിരെയുള്ള ആയുധമാക്കാൻ നോക്കുന്നുണ്ട്, നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. CJ റോയ് എന്ന ബിസിനസ്സുകാരൻ രക്ഷപ്പെട്ടേനെ, അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിരുന്നെങ്കിൽ എന്ന് അവർ കരഞ്ഞു പറയുന്നു. പക്ഷെ എന്താണ് അവർ മറച്ചു വെക്കുന്നത്? ഇത് കേന്ദ്രത്തിന്റെ പകപോക്കലല്ല, മറിച്ച് 2018 മുതൽ നരേന്ദ്രമോദി സർക്കാർ വിരിച്ചൊരു ആഗോള കെണിയാണ്. ഇന്ത്യയും UAE തമ്മിലുള്ള രഹസ്യ കരാർ, ബിനാമി നിക്ഷേപങ്ങൾ, കേരളത്തിലെ സൂപ്പർ താരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും കള്ളപ്പണം ഒഴുക്കിയ വഴികൾ, ഇവയെല്ലാം ഇന്ന് വെളിച്ചത്ത് വരികയാണ്. ഇന്ത്യയുടെ ഈ വമ്പൻ നീക്കം എങ്ങനെയാണ് ഒരു സാമ്രാജ്യത്തെ തകർത്തത്? റോയിയുടെ ഡയറിയിലെ ആ 100 പേരുകൾ ആരുടേതാണ്? നമുക്ക് ആ സത്യങ്ങളിലേക്ക് കടക്കാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് കോടീശ്വരനായ റോയിയെ എല്ലാവർക്കും അറിയാം. കോൺഫിഡന്റ് ഗ്രൂപ്പ് കേരളത്തിലും കർണാടകത്തിലും വിശ്വസ്തയുടെ പര്യായമായിരുന്നു. 100 കണക്കിന് അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, സിനിമകൾ, സ്പോർട്സ് ടീമുകൾ. റോയ് ഒരു സെലിബ്രിറ്റിയായി മാറിയിരുന്നു. എന്നാൽ 2014 ശേഷം ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു. നോട്ട് നിരോധനവും RERA നിയമവും വന്നതോടെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് ബുദ്ധിമുട്ടായി. ഇവിടെയാണ് റോയ് തന്റെ തന്ത്രം മാറ്റിയത്. ഇന്ത്യയിൽ ലഭിക്കുന്ന പണം നിയമപരമായ വഴികളിലൂടെ അല്ലാതെ ദുബായിലേക്ക് കടത്തി. ദുബായ് ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. അവിടെ റോയ് വമ്പൻ പ്രൊജക്ടുകൾ തുടങ്ങി. ദുബായിലെ ഭരണാധികാരികളുമായി പോലും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ വളർച്ചയുടെ പിന്നിൽ കേരളത്തിലെ ചില പ്രമുഖരുടെ പവർ ഉണ്ടായിരുന്നു എന്ന് ഏജൻസികൾ വിശ്വസിക്കുന്നു. റോയ് ഒരു സുരക്ഷിതമായ കവചമായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ പണം മുടക്കിയാൽ അത് ദുബായിൽ എത്തുമ്പോൾ വെളുത്ത പണമായി മാറും, അതായത് പണം വെളുപ്പിക്കും. ഇതായിരുന്നു ഗെയിം. ഇവിടെയാണ് കഥ മാറുന്നത്. കള്ളപ്പണക്കാർ സ്വിസ് ബാങ്കിനെ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു. അവർ ദുബായിയെ ശരണാലയമാക്കി മാറ്റി. ഇത് തകർക്കാൻ മോദി സർക്കാർ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. 2018 ഇന്ത്യയും UAEയും തമ്മിൽ ഒരു സാമ്പത്തിക കൈമാറ്റ കരാറിൽ ഒപ്പിട്ടു. എന്തായിരുന്നു ആ കരാർ? മുൻപൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ദുബായിൽ നിക്ഷേപം നടത്തിയാൽ ആ വിവരങ്ങൾ UAE കൈമാറില്ലായിരുന്നു. എന്നാൽ ഈ കരാർ പ്രകാരം സംശയകരമായ ഏതൊരു ഇടപാടും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾക്ക് പരിശോധിക്കാം. 2025 UAE ഇതിനായി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ആന്റി മണി ലോണ്ടറിംഗ് നിയമം കൂടുതൽ കർക്കശമാക്കി. റോയ് കരുതിയത് തന്റെ ദുബായ് ബിസിനസ് ഇന്ത്യയുടെ നിയമങ്ങൾക്ക് പുറത്താണെന്നാണ്. എന്നാൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് വകുപ്പ് ഈ കരാർ ഉപയോഗിച്ച് റോയിയുടെ ദുബായ് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ദുബായിൽ അദ്ദേഹം വാങ്ങിക്കൂട്ടിയ വസ്തുവകകൾ, അവയുടെ സ്രോതസ് എന്നിവയിൽ വലിയ പൊരുത്തക്കേടുകൾ കണ്ടു. ഇന്ത്യയിൽ നഷ്ടം കാണിക്കുന്ന കമ്പനി എങ്ങനെയാണ് ദുബായിൽ ആയിരക്കണക്കിന് കോടികൾ നിക്ഷേപിക്കുന്നത്? ഈ ചോദ്യത്തിന് റോയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു ദിവസം പെട്ടെന്നുണ്ടായ റെയ്ഡ് അല്ല ഇത്. റോയിയുടെ ഓരോ യാത്രകളും ഓരോ ഫോൺ കോളുകളും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദുബായിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള പണമൊഴുക്ക് അവർ ട്രാക്ക് ചെയ്തു. ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് കേവലം കണക്ക് പുസ്തകങ്ങളായിരുന്നില്ല, മറിച്ച് ഡിജിറ്റൽ തെളിവുകളുടെ ഒരു വലിയ ശേഖരമാണ്. റോയിയുടെ കമ്പനി വഴി കേരളത്തിലെ ചില മുൻനിര സിനിമാ താരങ്ങൾ ദുബായിൽ ഫ്ളാറ്റുകളും ഹോട്ടലുകളും വാങ്ങിയതിന്റെ രേഖകൾ അവർക്ക് ലഭിച്ചു. ഇതോടെയാണ് കേന്ദ്രത്തിന്റെ പിടിമുറുക്കിയത്. റോയിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം തകർന്നു പോയി. തന്റെ കൂടെ നിന്നിരുന്നവർ, തനിക്ക് സംരക്ഷണം നൽകുമെന്ന് കരുതിയിരുന്നവർ പെട്ടെന്ന് ഫോൺ എടുക്കാതെയായി. താൻ മാത്രമാണ് പ്രതിക്കൂട്ടിലാകുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം UAEയുടെ നിലപാടാണ്. മുൻപൊക്കെ ഇത്തരം കേസുകളിൽ UAE മൗനം പാലിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുമായുള്ള ബന്ധം UAEക്ക് അത്യന്താപേക്ഷിതമാണ്. മോദി സർക്കാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ UAE അധികൃതർ റോയിയുടെ നിക്ഷേപങ്ങളിൽ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തി. തന്റെ ദുബായ് സാമ്രാജ്യം ഏത് നിമിഷവും കണ്ടുകെട്ടപ്പെടുമെന്ന് റോയിക്ക് വിവരം ലഭിച്ചു. അവിടെയുള്ള പുതിയ നിയമപ്രകാരം കുറ്റവാളിയായി മുദ്രകുത്തപ്പെട്ടാൽ ജയിൽവാസമോ നാടുകടത്തലോ നേരിടേണ്ടി വരും. ഇന്ത്യയിലെ ED നടപടികളെക്കാൾ റോയ് ഭയപ്പെട്ടത് UAEയിലെ നിയമക്കുരുക്കുകളെയാണ്. കാരണം അവിടെ രക്ഷപ്പെടാൻ പഴുതുകൾ കുറവാണ്. മരണശേഷം പോലീസ് കണ്ടെടുത്ത റോയിയുടെ ഡയറി ഒരു ഡൈയിങ് ഡിക്ലറേഷൻ ആണ്. അതിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് കേവലം സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് മാത്രമല്ല, ചതിയുടെ മുഖങ്ങളെല്ലാം അതിലുണ്ട്. താൻ വളർത്തിയെടുത്ത പലരും തന്റെ ഒറ്റ കൊടുത്തു. അത് അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട്. തനിക്ക് പണം തരാനുള്ളവർ തരുന്നില്ല, എന്നാൽ താൻ പണം കൊടുക്കാനുള്ളവർ സമ്മർദ്ദം ചെലുത്തുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ പണം ദുബായിൽ നിക്ഷേപിച്ചത് റോയ് വഴിയാണെന്ന വിവരങ്ങൾ ഈ ഡയറിയിൽ ഉണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സിനിമാ ലോകത്തെ കള്ളപ്പണം വേറെയും. 5 മുൻനിര താരങ്ങളുടെ പേര് ഈ ഡയറിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവരുടെ നിക്ഷേപങ്ങളെല്ലാം അപകടത്തിലായതോടെ റോയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി. ഇവിടെയാണ് നമ്മൾ ട്രീ കട്ടർ ചാനലുകളുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടത്. റിപ്പോർട്ടർ TVയിലെ പ്രമുഖർ വന്നിരുന്ന ED റോയിയെ കൊന്നു എന്ന് വാദിക്കുകയാണ്. സത്യത്തിൽ റെയ്ഡ് നടത്തിയത് ഇൻകം ടാക്സ് ആണ്. ED ഇതിലേക്ക് വരുന്നത് പിടിച്ചെടുത്ത പണം കള്ളപ്പണമാണെന്ന് ഉറപ്പായാൽ മാത്രമാണ്. എന്തിനാണ് ഈ മാധ്യമങ്ങൾ കള്ളപ്പണക്കാരെ ഇത്രയധികം സംരക്ഷിക്കുന്നത്?
CJ റോയിയെ ഒരു ഇരയായി ചിത്രീകരിക്കുന്നത് വഴി അദ്ദേഹത്തിലൂടെ പുറത്തു വരാനിരിക്കുന്ന വലിയ സ്രാവുകളെ രക്ഷിക്കാനാണ് ഇവരുടെ എല്ലാം ശ്രമം. അരുൺകുമാറിനെ പോലെയുള്ളവർ റോയ് ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറയുമ്പോൾ അവർ സത്യത്തിൽ ജനാധിപത്യത്തെയാണ് വെല്ലുവിളിക്കുന്നത്. അതൊന്നും ഇവിടെ ആരും കാണുന്നില്ലേ? അതുപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലേ? പണമുള്ളവനും പവർ ഉള്ളവനും രക്ഷപ്പെടണം എന്നാണോ ഇവർ പറയുന്നത്? റോയിയുടെ മരണം സംബന്ധിച്ച ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ആ വെടിയുണ്ടയാണ്. 6.35 പിസ്റ്റൾ ഉപയോഗിച്ച് നെഞ്ചിന് താഴെ സ്വയം വെടിതീർക്കുക എന്നത് വലിയ ശാരീരിക വേദനയും മാനസിക സംഘർഷവും ഒക്കെ നിറഞ്ഞ ഒന്നാണ്. ഒരു മനുഷ്യൻ അത്രത്തോളം തകർന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്യൂ. ആരാണ് അദ്ദേഹത്തെ ഇത്രയധികം തകർത്തത്? കേവലം ഒരു IT റെയ്ഡ് കൊണ്ടാണോ? അല്ല. IT ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ വിവരങ്ങൾ UAEക്ക് കൈമാറിയാൽ തന്റെ എല്ലാ നിക്ഷേപങ്ങളും നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതും തന്റെ ബിനാമിയായ പ്രമുഖർ തന്നെ വേട്ടയാടുമെന്ന ഭയവുമാണ് അദ്ദേഹത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. കർണാടക CID ഇപ്പോൾ ആ പിസ്റ്റളിന്റെ ഉറവിടം തേടുകയാണ്. അത് നിയമപരമായി അദ്ദേഹത്തിന് ലഭിച്ചതാണോ അതോ മറ്റാരെങ്കിലും നൽകിയതാണോ? ഈ സംഭവം ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. നരേന്ദ്രമോദി സർക്കാർ വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് നടത്തുന്ന ഈ ഒരു അന്വേഷണം ലോകത്തിന് മാതൃകയാണ്. പണം വിദേശത്ത് നിക്ഷേപിച്ചാൽ സുരക്ഷിതമാണെന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇന്ത്യയുടെ ഈ നീക്കത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ബിനാമി നിക്ഷേപങ്ങളുടെ തകർച്ചയാണ് ഒന്നാമത്. റിയൽ എസ്റ്റേറ്റിൽ പണം പൂഴ്ത്തുന്നവർ ഇനി ഭയപ്പെടും. കൂടാതെ CJ റോയ് കേസിൽ UAE സഹകരിച്ചതുപോലെ ഇനി മറ്റു രാജ്യങ്ങളും സഹകരിക്കും. തീർന്നില്ല, തങ്ങളുടെ കള്ളപ്പണം സംരക്ഷിക്കാൻ ബിസിനസ്സുകാരെ ഉപയോഗിച്ചവർ ഇനി കുടുങ്ങുമെന്നാണ് സാരം. CJ റോയ് ഒരു വലിയ മനുഷ്യനായിരുന്നു, വിജയിച്ച സംരംഭകനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു തെറ്റായ വഴി തിരഞ്ഞെടുത്തു. നിയമത്തെ വെല്ലുവിളിച്ച് പടുത്തുയർത്തുന്ന ഒരു സാമ്രാജ്യവും നിലനിൽക്കില്ല. തന്റെ കുടുംബത്തോടും നിക്ഷേപകരോടും മാപ്പ് ചോദിച്ചുകൊണ്ട് റോയ് വിട പറയുമ്പോൾ അത് നൂറുകണക്കിന് ബിസിനസ്സുകാർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. മാധ്യമങ്ങൾ നിങ്ങളെ പുകഴ്ത്തിയേക്കാം, രാഷ്ട്രീയക്കാർ നിങ്ങളെ ഉപയോഗിച്ചേക്കാം, സംരക്ഷിക്കാം എന്ന വാക്കും തന്നേക്കാം. പക്ഷേ നിയമത്തിന്റെ ചരട് മുറുകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, ആരും ഉണ്ടാകില്ല. ഇപ്പോൾ CJ റോയ് ഒറ്റപ്പെടുത്തുപോലെ. എന്തായാലും CJ റോയിയുടെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. കള്ളപ്പണത്തിന് ആഗോളതലത്തിൽ തന്നെ ഇടമില്ലാതാകുന്ന ഒരു പുതിയ ഭാരതത്തിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമങ്ങൾ സത്യത്തെ എത്ര മൂടി വെച്ചാലും കേന്ദ്ര ഏജൻസികൾക്ക് നേരെ എത്ര കുറച്ചാലും വസ്തുതകൾ അധികകാലം മറച്ചു വെക്കാൻ കഴിയില്ല. റോയിയുടെ ഡയറിയിൽ ആ പേരുകൾ ഓരോന്നായി പുറത്തു വരും. ഇന്ത്യയും UAEയും തമ്മിലുള്ള ആ ഒരു കരാർ അത് പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് വെറും ഒരു വേട്ടയാടലാണോ അതോ രാജ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ? തീർച്ചയായും എന്തായാലും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുന്നതിന് നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.